ഇന്നത്തെ ക്ലാസ്സിൽ ബാക്കി ഇഡിയംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത ഇഡിയം എന്ന് പറയുന്നത് സോൾട്ട് ഇൻ ദി എർത്ത് എന്നുള്ളതാണ്. അതിനർത്ഥം ഫൈനസ്റ്റ് ടൈപ്പ് ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ളതാണ്. അതായത് നല്ല മനുഷ്യർ എന്നുള്ളതാണ് സോൾട്ട് ഇൻ ദി എർത്ത്. അതായത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാം. ഭൂമിയിലുള്ള ഉപ്പ് എന്ന് പറയും. അപ്പോൾ സാധാരണ ഉപ്പ് പരലുകൾ എന്ന് പറയുന്നത് അത്രയും ഫൈനസ്റ്റ് ആണല്ലേ. അപ്പോൾ അത്രയും ഫൈനസ്റ്റ് ആണ്, അത്രയും വൈറ്റ് കളേർഡിൽ നല്ല വൈറ്റായിട്ട് ഫ്രഷായിട്ട് നമുക്ക് സ്വാദ് തരാൻ വേണ്ടി, ഒരു ഫുഡിലാവുമ്പോൾ ഫുഡിൽ കുറച്ചുകൂടി സ്വാദ് തരാൻ വേണ്ടി എന്താണ് ഉപ്പ് ഇടേണ്ടത് അത്യാവശ്യമാണ്. സോൾട്ട് അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ ഉപ്പില്ലാത്ത കറി പോലെ ആയിപ്പോവും അല്ലേ. അപ്പോൾ ഉപ്പിടേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയും ഫൈനസ്റ്റ് ആയിട്ടുള്ള നമുക്കൊരു ഹ്യൂമാനിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് നല്ല മനുഷ്യരല്ലേ നമുക്ക് ഈ സ്വാദ് പകരുന്നത്. നല്ല മനുഷ്യർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ഒരു സ്ട്രെങ്തനാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മധുരമുള്ളതാണ് അല്ലേ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് ഫൈനസ്റ്റ് ടൈപ്പ് ഓഫ് ഹ്യൂമാനിറ്റി. അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് നോക്കിയേ, ക്രീം ഓഫ് ദി ക്രോപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ക്രീം ഓഫ് ദി ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ഓഫ് എനി ഗ്രൂപ്പ്, അതായത് ഒരു ഗ്രൂപ്പിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റി പരാമർശിക്കുന്ന സമയത്ത് നമുക്ക് ക്രീം ഓഫ് ദി ക്രോപ്പ് പറയാം. അതായത് ഇപ്പോൾ ക്രീം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ബെസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമല്ലേ. ഇപ്പോൾ സാധാരണ കഴിക്കുന്ന ഫുഡ് ഇനങ്ങളിലേക്കാളും നമ്മൾ കുറച്ചൊരു ഇപ്പോൾ ക്രീംഡ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഡെലീഷ്യസ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റ് ആണെന്നൊക്കെ നമ്മൾ പറയും. അതായത് എല്ലാ അവസരത്തിലും നമുക്ക് കിട്ടുന്നതല്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഒരു ഡെലീഷ്യസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ബെസ്റ്റാണ്. ഒരു ഗ്രൂപ്പിൽ കുറച്ചുകൂടി ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു തിങ്ങിനെയൊക്കെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ ഇഡിയം ഉപയോഗിക്കാം. അതായത് ക്രീം ഓഫ് ദി ക്രോപ്പ് എന്ന് പറയുന്ന ഇഡിയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് ബെസ്റ്റ് ഓഫ് എനി ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ പരാമർശിക്കുമ്പോഴാണ് ഈ ഒരു ഇഡിയം നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, ഹോട്ട് അണ്ടർ ദി കോളർ എന്നുള്ളതാണ്. അതിന് മീനിങ് എന്ന് പറയുന്നത് ആംഗ്രി, ഒരാൾ ദേഷ്യമുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാം ഹോട്ട് അണ്ടർ ദി കോളർ. അതായത് ഹീസ് ഹോട്ട് അണ്ടർ ദി കോളർ, അതായത് ഹീസ് ആംഗ്രി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഭയങ്കര ദേഷ്യത്തിലാണ് എന്ന് പറയുമ്പോൾ ഹോട്ട് അണ്ടർ ദി കോളർ എന്ന് പറയാം. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം സിമ്പിളായിട്ട്. നോക്കിയേ, ഹോട്ട് അണ്ടർ ദി കോളർ എന്ന് പറയുന്നതിൻ്റെ എക്സാക്റ്റ് മീനിങ് എന്താണ്, ഷർട്ടിൻ്റെ കോളർ എന്നുള്ളതാണ് അല്ലേ. ഷർട്ടിൻ്റെ കോളർ, അതായത് ഹോട്ട് അണ്ടർ ദി കോളർ, ഷർട്ടിൻ്റെ കോളറിൻ്റെ അവിടെ ഹോട്ടാണ്, അതായത് ചൂടാണ് അല്ലേ. ഷർട്ടിൻ്റെ കോളറിൻ്റെ താഴെ ഭയങ്കര ചൂടാണ് എന്നുള്ളത്. അതായത് ചൂടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഷർട്ടിൻ്റെ കോളർ എന്ന് പറയുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാം അവൻ അല്ലേ, അത് ഒരു വ്യക്തിയാണ് അല്ലേ. ഷർട്ടിൻ്റെ കോളർ എന്ന് പറയുമ്പോൾ ഷർട്ട് ഇടുന്ന ആരാണ്, ഒരു വ്യക്തിയാണ്. അപ്പോൾ ഷർട്ട് ഇടുന്ന ഒരു വ്യക്തിയെ നമ്മൾ അയാളുടെ കോളറിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അയാൾ ദേഷ്യപ്പെടും അല്ലേ. ഷർട്ടിൻ്റെ കോളറിലൊന്നും പിടിച്ച് മുറുക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഒരു വ്യക്തി ഷർട്ട് ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഷർട്ട് ഇട്ടിരിക്കുന്ന വ്യക്തിയെ നമ്മൾ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് എന്ത് ചെയ്യാണ്, മുറുക്കുവാണ് അല്ലേ. അപ്പോൾ ഷർട്ടിൻ്റെ കോളറിൽ പിടിക്കുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യാണ്, ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്താൽ മതി, ഹോട്ട് അണ്ടർ ദി കോളർ എന്നുള്ളത് റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കാം. ഇതൊക്കെ റിലേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, ഡോഗ്സ് ലൈഫ്, അതായത് എ മിസറബിൾ ലൈഫ് എന്നുള്ളതാണ്. വളരെ ദയനീയമായിട്ടുള്ളൊരു ജീവിതം, അതായത് നായയുടെ ജീവിതം എന്ന് പറയത്തില്ലേ, അതായത് വളരെ ദയനീയമാണ്. ഇപ്പോൾ നായയെ നമ്മൾ റോഡിൽ കൂടെയൊക്കെ ചുമ്മാ നടക്കുന്ന നായയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കല്ലെടുത്തെറിയും എന്നാലോചിച്ചാൽ മതി. അത്രയും ദയനീയമായിട്ട് ചിലപ്പോൾ ഫുഡ് കിട്ടാത്ത അവസ്ഥ വരും. അങ്ങനെ അത്രയും ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന സമയത്ത് ഹിസ് ലൈഫ് ഈസ് ഡോഗ്സ് ലൈഫ് എന്ന് പറയാം. അതായത് അവൻ്റെ ലൈഫ് അല്ലെങ്കിൽ ഹെർ ലൈഫ് ഈസ് ഗോഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ അവളുടെ ലൈഫ് അല്ലെങ്കിൽ അവൻ്റെ ലൈഫ് ഒക്കെ ഒരു ദയനീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മിസറബിൾ ആയിട്ടുള്ള ലൈഫാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡോഗ്സ് ലൈഫ് എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, ഹാട്രിക് എന്നുള്ളതാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഹാട്രിക്. കാരണം നമ്മൾ മിക്കപ്പോഴും ക്രിക്കറ്റ്സൊക്കെ കാണുന്ന സമയത്ത് ഹാട്രിക് ആണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഹാട്രിക് എന്ന് പറയുന്നത് എന്താണ്, 3 കോൺസിക്യൂട്ടീവ് സക്സസിനെയാണ് ഹാട്രിക് എന്ന് പറയുന്നത്. തുടർച്ചയായിട്ടുള്ള 3 സക്സസിനെ ഹാട്രിക് എന്ന് വിളിക്കാം. ഇപ്പോൾ വിക്കറ്റ് ഇട്ടു, അപ്പോൾ അല്ലെങ്കിൽ 3 വിക്കറ്റ്സ് അടുപ്പിച്ചിട്ടു, അപ്പോൾ ഹാട്രിക്കാണ്, വിക്കറ്റിൽ ഹാട്രിക്കാണ്. അതായത് 3 വിക്കറ്റ്സ് കോൺസിക്യൂട്ടീവായിട്ട് അടുത്തടുത്തായിട്ട് ചെയ്തു, അതായത് 3 സിക്സസ്
അടുത്തടുത്തായിട്ട് അടിച്ചു. അങ്ങനെ അതുപോലെ 3 മാച്ചസിൽ അടുത്തടുത്തായിട്ട് വിജയം ഉണ്ടായി. അതായത് 3 ക്രിക്കറ്റ് മാച്ചസ് ഉണ്ട്. അപ്പോൾ ഈ 3 ക്രിക്കറ്റ് മാച്ചസിലും അടുത്തടുത്തായിട്ടുള്ള ക്രിക്കറ്റ് മാച്ചസിൽ കോൺസിക്യൂട്ടീവായിട്ടുള്ള സക്സസ്സുകൾ ഉണ്ടായി, വിജയമുണ്ടായി. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഹാട്രിക് സക്സസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഹാട്രിക് വിന്നിങ് ആണ് അവൻ നടത്തിയത്, അല്ലെങ്കിൽ അവൾ നടത്തിയത്, അല്ലെങ്കിൽ ഹാട്രിക് വിന്നിങ് ആണ് ആ ടീം നടത്തിയത് എന്നൊക്കെ പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് ഈ ഹാട്രിക്ക് ഉപയോഗിക്കാം. സാധാരണഗതിയിൽ നമ്മൾ ക്രിക്കറ്റ്സ് ആണെങ്കിലും അതർ ഗെയിംസിലാണെങ്കിലും ഈ ഹാട്രിക്ക് നിരന്തരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ്. ഇനി അടുത്തത് നോക്കിയേ, കോൾഡ് ഫീറ്റ്. 80ാമത്തെ ഇഡിയമാണ് കോൾഡ് ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൾഡ് ഫീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലോസ് ഓഫ് കോൺഫിഡൻസ് എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു പേടി, അതായത് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അതിനെയാണ് നമ്മൾ കോൾഡ് ഫീറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? നോക്കിയേ, നമ്മുടെ കാലുകൾ കോൾഡ് ആവുക മീൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഭയങ്കര തണുപ്പാവുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഈ തണുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? വിറയ്ക്കും അല്ലേ? നമ്മുടെ കാല് സ്വാഭാവികമായിട്ടും കോൾഡ് ആവുന്ന സമയത്ത് നമ്മുടെ കാലുകൾ എന്ത് ചെയ്യും? വിറയ്ക്കാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ കാൽപാദങ്ങൾ, ഫീറ്റുകൾ വിറയ്ക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ വിറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതെ ഒരു സ്റ്റേജ് കയറി സംസാരിക്കുമ്പോഴും ഇതുപോലെ നമ്മുടെ കാലുകൾ എന്ത് ചെയ്യും? മരവിച്ച്, തണുത്ത് മരവിച്ച് എന്ത് ചെയ്യും? വിറയ്ക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്താൽ മതി ലോസ് ഓഫ് കോൺഫിഡൻസ്. അതായത് ഒരു കാര്യം ചെയ്യാനുള്ള പേടി, അതായത് സാധാരണഗതിയിൽ പേടി വരുമ്പോൾ നമ്മുടെ കാലുകൾ എന്ത് ചെയ്യും? തണുത്ത് മരവിച്ച് വിറയ്ക്കാനായിട്ട് തുടങ്ങും എന്ന് ആലോചിച്ച് വയ്ക്കുക. അടുത്ത ഇഡിയം നോക്കിയേ, ബ്ലൂ ബ്ലഡ് എന്നുള്ളതാണ്. അപ്പോൾ ബ്ലൂ ബ്ലഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോബിൾ ബർത്താണ്, അതായത് ഒരു രാജകീയമായിട്ടുള്ളൊരു ജനനത്തെ സൂചിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ബ്ലൂ ബ്ലഡ് ഉപയോഗിക്കാം. കാരണം സാധാരണഗതിയിൽ റെഡ് ബ്ലഡ് ആണ് അല്ലേ? അപ്പോൾ അത് എല്ലാവർക്കും ഉള്ളതാണെന്ന് റിലേറ്റ് ചെയ്യുക. ബ്ലൂ ബ്ലഡ് എന്നൊക്കെ പറയുമ്പോൾ വളരെ റെയർ ആയിട്ടുള്ള കേസിൽ അല്ലെങ്കിൽ വളരെ രാജകീയമായിട്ടുള്ളൊരു ഡെത്ത് നടക്കുമ്പോൾ ബ്ലൂ ബ്ലഡ്, അതായത് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ബ്ലഡ് എന്നുള്ള രീതിയിൽ റിലേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ് ഫീൽ ബ്ലൂ എന്ന് പറയുന്നത്. മറ്റേത് ബ്ലൂ ബ്ലഡ് എന്നാണ് പറയുന്നതെങ്കിൽ ഇത് ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബി സാഡ് എന്നുള്ളതാണ്. അതായത് ഫീൽ ബ്ലൂ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വളരെ സാഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫീൽ ബ്ലൂ ആണ് എന്ന് പറഞ്ഞാൽ മതി. അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു നീല നിറത്തോടൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമൊക്കെയാണ്, ഒരു മങ്ങിയ അന്തരീക്ഷമൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര സാഡായിരിക്കും എന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വെച്ചിരിക്കുക ഫീൽ ബ്ലൂ. അപ്പോൾ ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി സാഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഇഡിയം നോക്കാം, വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നതാണ് അടുത്ത ഇഡിയം. അതായത് സെൽഡം അല്ലെങ്കിൽ വെരി റെയർ എന്നുള്ളതാണ് ഈ പറയുന്ന വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അതായത് വല്ലപ്പോഴും എന്നുള്ളതാണ്. അതായത് ഇതെങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം? വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അതായത് സാധാരണഗതിയിൽ ഒരു മൂൺ എന്നൊക്കെ പറയുമ്പോൾ ഒരു വൈറ്റ് കളറിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്നതാണ്. വൺസ് ഇൻ എ വൈൽ സംഭവിക്കുന്ന കാര്യമാണ്. വളരെ റെയർ ആയിട്ട് അല്ലെങ്കിൽ വളരെ സെൽഡമായിട്ട് വല്ലപ്പോഴും ഹാപ്പൻ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട് വൺസ് ആണിത് സംഭവിക്കുന്നത്. അപ്പോൾ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുമ്പോൾ സെൽഡം അല്ലെങ്കിൽ വെരി റെയർ ആയിട്ട് ഹാപ്പൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ പറ്റി പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇഡിയമാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കിയേ, ഔട്ട് ഓഫ് ദി ബ്ലൂ എന്നുള്ളതാണ്. അതായത് ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ്ലി സംഭവിക്കുന്ന കാര്യങ്ങളെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ അവിചാരിതമായിട്ട് അല്ലെങ്കിൽ വളരെ ആകസ്മികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് പറയാനായിട്ട് പറ്റും. അതായത് ബ്ലൂ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് എന്നുള്ളതാണ്. അതായത് അൺഎക്സ്പെക്റ്റഡ്ലി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടു ക്രൈ ഫോർ ദി മൂൺ എന്നുള്ളതാണ്. അതായത് ടു ആസ്ക് ഫോർ സംതിങ് വിച്ച് ഈസ് ഇമ്പോസിബിൾ, അതായത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാശി പിടിക്കുക എന്നുള്ളതാണ്. അതായത് ചോദിച്ചുകൊണ്ടേയിരിക്കുക, അതായത് ഒരിക്കലും ഇമ്പോസിബിൾ ആണ്, അത് നടക്കത്തേയില്ല, അതായത് കിട്ടാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ കിട്ടാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് കിട്ടാത്ത കാര്യത്തിനായിട്ട് ഇങ്ങനെ വാശി പിടിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ടു ക്രൈ ഫോർ ദി മൂൺ എന്ന് പറയാം. ഇത് നമുക്ക് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം ചന്ദ്രൻ, അപ്പോൾ കൊച്ചു കുട്ടികൾ
കൊച്ചായിരിക്കുന്ന സമയത്ത്, കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും, ചന്ദ്രനെ പിടിച്ചതാ അല്ലെങ്കിൽ അമ്പിളി അമ്മാവനെ പിടിച്ചതാ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്, കരയാറുണ്ട് അല്ലേ. അതാണ് ക്രൈ ഫോർ ദി മൂൺ, മൂണിന് വേണ്ടി, അതായത് ചന്ദ്രനെ കിട്ടണം എന്ന് പറഞ്ഞ്, ചന്ദ്രനെ പിടിച്ചു തരണം എന്ന് പറഞ്ഞ് കരയാറുണ്ട്. അപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും ചന്ദ്രനെ നമുക്ക് ഒരിക്കലും പിടിക്കാനായിട്ട് പറ്റത്തില്ല. അതായത് മൂണിനെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ, കയ്യിൽ പിടിക്കാൻ പറ്റുമോ, അല്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. അതെന്ന് പറയുന്ന ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് കുട്ടികൾ വാശി പിടിക്കുക മീൻസ് ടു ആസ്ക് ഫോർ സംതിങ് വിച്ച് ഈസ് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കരയുന്നു. അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഇഡിയം എന്ത് ചെയ്യാം, ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, ബാർക്കിംഗ് അപ്പ് ദി റോങ് ട്രീ എന്നുള്ളതാണ്. അതായത് അക്യൂസിങ് ദി റോങ് പേഴ്സൺ ഓർ ലുക്കിംഗ് ഇൻ ദി റോങ് പ്ലേസ് എന്നുള്ളതാണ്. അതായത് ഒരു തെറ്റായ ഒരാളെ അക്യൂസ് ചെയ്യുന്നു, കുറ്റപ്പെടുത്തുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ, അതായത് നമ്മളൊരു അല്ലെങ്കിൽ ഒരു തെറ്റായ പ്ലേസിൽ ചെന്നിട്ട് നമ്മൾ കാര്യങ്ങൾ തപ്പുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇഡിയമാണ് ബാർക്കിംഗ് അപ്പ് ദി റോങ് ട്രീ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ എക്സാക്റ്റ് മീനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റായ മരത്തിൻ്റെ തോലുരിക്കുക എന്നാണ് നമ്മൾ മലയാളം പറയുമ്പോൾ. പക്ഷേ ഇഡിയത്തിൻ്റെ മീനിങ് എന്താണ്, ലുക്കിംഗ് ഇൻ ദി റോങ് പ്ലേസ് അല്ലെങ്കിൽ അക്യൂസിങ് ദി റോങ് പേഴ്സൺ എന്നുള്ളതാണ് ഇഡിയത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഇഡിയം എക്സാക്റ്റായിട്ട് പറയുന്നത് എന്താണ്, തെറ്റായ മരത്തിൻ്റെ തോലുരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തെറ്റായ മരത്തിൻ്റെ തോലുരിക്കുക മീൻസ് നമ്മളൊരു റോങ് പേഴ്സണെ അക്യൂസ് ചെയ്യുന്നു എന്നാലോചിക്കുക. അത് മാത്രമല്ല, നമ്മൾ ഒരു കാര്യം തിരയുകയാണ്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയി നമ്മൾ ഒരാളെ എന്ത് ചെയ്യാണ്, തിരയാണ്. അതിൻ്റെ ഒരു ആവശ്യമില്ല, തെറ്റായ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷെ നമ്മളത് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ബാർക്കിംഗ് അപ്പ് ദി റോങ് ട്രീ എന്ന് പറയാനായിട്ട് പറ്റും. ഇനി അടുത്ത ഇഡിയം നോക്കിയേ. അടുത്ത ഇഡിയം എന്ന് പറയുന്നത് അറ്റ് ക്ലൗഡ് 9 എന്നുള്ളതാണ്. അപ്പോൾ അറ്റ് ക്ലൗഡ് 9 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെരി ഹാപ്പി, അതായത് ഒരാൾ വളരെ സന്തോഷവാനാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇഡിയമാണ് അറ്റ് ക്ലൗഡ് 9 എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇത് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം നോക്കിയേ. ക്ലൗഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല ക്ലൗഡി ആയിട്ട് നല്ല മൂടി ആയിട്ട് കിടക്കുന്നൊരു സിറ്റുവേഷൻ ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ 9 മണിയാണ്, രാത്രി 9 മണിയാണ്, നല്ല ക്ലൗഡ് ആയിട്ടുള്ളൊരു സമയമാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമാണ്, കാരണം നമുക്ക് നല്ല രീതിയിൽ മൂടിപ്പൊതിച്ച്, ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്, ക്ലൗഡിയാണ്, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മൂടിപ്പൊതിച്ച് കിടന്ന് എന്ത് ചെയ്യാം, ഉറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ അതാണ്, അങ്ങനെ റിലേറ്റ് ചെയ്യാം. അതാണ് അർത്ഥം എന്നല്ല. ക്ലൗഡ് 9 എന്ന് പറയുന്നത് വെരി ഹാപ്പി എന്നുള്ളതാണ് ആ ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ഇഡിയം നോക്കിയേ, ലയൺസ് ഷെയർ എന്നുള്ളതാണ്. ലയൺസ് ഷെയർ, അതായത് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ദ ബിഗ്ഗസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ മെജോറിറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം കാട്ടിലെ രാജാവാണ് ലയൺ അഥവാ സിംഹം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സിംഹത്തിൻ്റെ പങ്ക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സിംഹത്തിന് കൊടുക്കാനുള്ള പങ്ക് എന്ന് പറയുമ്പോൾ ലയണാണ് കാട്ടിലെ രാജാവ്. അപ്പോൾ ബിഗ്ഗസ്റ്റ് എന്ന് പറയുന്നത് ലയണാണ് അല്ലേ. അപ്പോൾ സിംഹത്തിൻ്റെ പാർട്ട് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ സിംഹത്തിനുള്ള ഷെയർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സിംഹത്തിന് ഷെയർ എന്ന് പറയുന്നത് ഒരുപാട് വേണം അല്ലേ, ഒരുപാടാണ് കൊടുക്കേണ്ടത്. അതായത് ബിഗ്ഗസ്റ്റ് പാർട്ടും അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് പാർട്ടും കൊടുക്കേണ്ടത് ആർക്കാണ്, ആ സിംഹത്തിനാണ്. കാരണം സിംഹമാണ് വലുത്. അപ്പോൾ സിംഹം വലുതായതുകൊണ്ട് തന്നെ നമ്മൾ മെജോറിറ്റി ഓഫ് പാർട്ടും ആർക്ക് കൊടുക്കണം, സിംഹത്തിന് കൊടുക്കണം. അങ്ങനെ ഓർത്തു വെച്ചിരുന്നാൽ മതി. ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാൽ ദ ബിഗ്ഗസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ മെജോറിറ്റി എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് 89ാമത്തെ ഇഡിയമാണ് ക്ലൗഡഡ് ബ്രോ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൗഡഡ് ബ്രോ എന്ന് പറയുമ്പോൾ എ ഫേസ് ഷോയിങ് വറി, അതായത് മുഖത്ത് ഭയങ്കര ഒരു വറി ആയിട്ടുള്ള ഒരു ടെൻഷൻ മുഖത്ത് കാണുന്നുണ്ട്. എന്തിനെ പറ്റിയിട്ട്, ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു ടെൻഷൻ മുഖത്ത് കാണുന്നു. അതാണ് ക്ലൗഡഡ് ബ്രോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലൗഡ് എന്ന് പറയുമ്പോൾ തന്നെ മൂടിക്കെട്ടിയ അവസ്ഥയാണ്. അപ്പം ഫേസ് മൂടിക്കെട്ടിയിരിക്കുന്നു, ഭയങ്കര ആശയക്കുഴപ്പത്തിലാണ്, ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻസുകളിലാണ്, നമ്മൾ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് വറി ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് ഈ പറയുന്ന ക്ലൗഡഡ് ബ്രോ എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്ത ഇഡിയം നോക്കാം. അടുത്ത ഇഡിയം എന്ന് പറയുന്നത് ടു ഹിറ്റ് എ നെയിൽ ഓൺ ദി ഹെഡ് എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു ഡിസ്ക്രൈബ് എക്സാക്ട്ലി വാട്ട് ഈസ് കോസിങ് എ സിറ്റുവേഷൻ ഓർ പ്രോബ്ലം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു സിറ്റുവേഷനെ പറ്റി പറയുകയാണ്, ആ സിറ്റുവേഷനിൽ എന്താണ് സംഭവിച്ചത്, എക്സാക്റ്റായിട്ട് ആ സിറ്റുവേഷൻ്റെ പ്രോബ്ലം എന്തൊക്കെയാണ് എന്നുള്ളത് എക്സാക്റ്റായിട്ട് നമ്മൾ ആ കാര്യം ഡിസ്ക്രൈബ് ചെയ്യുവാണ്. ആ സിറ്റുവേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ആ
പ്രോബ്ലം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നുള്ളത് എക്സാക്റ്റായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് ടു ഹിറ്റ് എ നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തതാണ് ടു ആൻഡ് ഫ്രോ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ടു ആൻഡ് ഫ്രോ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രണ്ട് വശങ്ങളിലേക്കും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ടു ആൻഡ് ഫ്രോ പറയാൻ പറ്റും. സാധാരണഗതിയിൽ ഈ പറയുന്ന ഫിസിക്സിൽ മോഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ടു ആൻഡ് ഫ്രോ മോഷൻസ്, അതായത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ എന്ന് പറയുന്നത് ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ്. അതുപോലെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇറ്റ്സ് ഓൾസോ എ ടു ആൻഡ് ഫ്രോ മോഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിനാണ് ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറയുന്നത്. അടുത്ത ഇഡിയം നോക്കിയേ, ഇൻ ദി ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ എന്നുള്ളതാണ്. അതായത് അറ്റ് വൺസ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി, ഇൻസ്റ്റൻ്റ്ലി എന്നുള്ളതാണ്. അതായത് കണ്ണ് ചിമ്മുന്നത്. അപ്പോൾ കണ്ണ് ചിമ്മുക എന്ന് പറയുന്നത് ഭയങ്കര ഇൻസ്റ്റൻ്റായിട്ട് നടക്കുന്നതാണ്, അല്ലെങ്കിൽ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന, അറ്റ് വൺസ് ഒരു നിമിഷം നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ എന്ന് പറയുന്നത്, കണ്ണ് ചിമ്മുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഇൻ ദി ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ എന്ന് ഇഡിയം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, കോൾ ഇറ്റ് എ ഡേ എന്നുള്ളതാണ് അടുത്ത ഇഡിയം. കോൾ ഇറ്റ് എ ഡേ, അതായത് സ്റ്റോപ്പ് വർക്ക് എന്നുള്ളതാണ്. കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്നത് സ്റ്റോപ്പ് വർക്ക്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാനേ പറ്റത്തുള്ളൂ. കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് വർക്ക് എന്നുള്ളതാണ്. അടുത്ത നോക്കിയേ, എ ബി ഇൻ വൺസ് ബോണറ്റ് എന്നുള്ളതാണ്. എ ബി ഇൻ വൺസ് ബോണറ്റ്, അതായത് ഇറിറ്റേറ്റിംഗ് പ്രോബ്ലം, അതായത് ഒരു സിറ്റുവേഷൻ അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അങ്ങനെ ഇറിറ്റേറ്റിംഗ് സിറ്റുവേഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇഡിയമാണ് എ ബി ഇൻ വൺസ് ബോണറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബി, അതായത് ചെറിയ പ്രാണികളൊക്കെ ഉണ്ടല്ലോ, തേനീച്ച പോലെയുള്ള ചെറിയ പ്രാണികളുണ്ട്, ചെറിയ ഇൻസെക്ട്സ്. അപ്പോൾ ഇവ എന്ത് ചെയ്യും? ബി ശബ്ദം ഉണ്ടായിക്കൊണ്ട് വരും. അപ്പം അത് വന്ന് ഇപ്പം നമ്മുടെ ചെവിയിലോ അല്ലെങ്കിൽ ബോണറ്റിലോ എവിടെയെങ്കിലും വന്ന് ഇരിക്കുന്ന സമയത്ത് അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്, അല്ല അതിങ്ങനെ നോയ്സിയാണ്, അതുപോലെ തന്നെ അത് പറന്ന് നടക്കും. അപ്പോൾ അത് ഇറിറ്റേറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു ഇറിറ്റേറ്റിംഗ് പ്രോബ്ലത്തെ പറ്റി പറയുമ്പോൾ എ ബി ഇൻ വൺസ് ബോണറ്റ് എന്നുള്ള ഇഡിയം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്ത ഇഡിയമാണ് ലുക്ക് സ്മോൾ എന്ന് പറയുന്നത്. ലുക്ക് സ്മോൾ, അതായത് ടു ഫീൽ അഷീംഡ് എന്നോർത്താൽ മതി. ലുക്ക് സ്മോൾ എന്ന് പറയുന്നത് ടു ഫീൽ അഷീംഡ്. ഇത് നമുക്ക് റിലേറ്റ് ചെയ്യുന്നത്, ഇതൊരിക്കലും ബോഡി ഷെയ്മിങ് ചെയ്ത് റിലേറ്റ് ചെയ്യുന്നതല്ല, പക്ഷെ നമുക്ക് പഠിക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടി ഒരു കണക്റ്റിംഗ് എന്നുള്ള രീതി ഓർത്ത് വയ്ക്കാം. അതായത് നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ ഒരാൾ ഭയങ്കര സ്മോളാണ്, അല്ലെങ്കിൽ വളരെ മെലിഞ്ഞിരിക്കുകയാണ്, വളരെ സ്മോളായിട്ട്, ലുക്ക് സ്മോൾ, അതായത് അയാളെ കാണുമ്പോൾ വളരെ സ്മോളായിട്ടിരിക്കുകയാണ്. അപ്പോൾ സ്മോളായിട്ടിരിക്കുമ്പോൾ അയാൾക്ക് തന്നെ പൊതുവെ പുറത്തിറങ്ങി നടക്കാനൊക്കെ ഒരു അഷീംഡ് ഒരു ഫീൽ അഷീംഡ്, ഒരു നാണക്കേട് പോലെ ഒക്കെ തോന്നാറുണ്ട്. അങ്ങനെയൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അതിൽ നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബോഡി മെലിഞ്ഞിരിക്കുന്നതോ വണ്ണം വെച്ചിരിക്കുന്നതോ ഒന്നും ഒരു മാറ്റർ അല്ല. ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളിവിടെ പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കാന്നേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തതാണ് ഡെഡ് ഓൺ മൈ ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഡ് ഓൺ മൈ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ടു ബി വെരി ടയേർഡ് എന്നുള്ളതാണ്. ഡെഡ് ഓൺ മൈ ഫീറ്റ്, അതായത് ടു ബി വെരി ടയേർഡ്, അതായത് വളരെ ക്ഷീണിതനായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഡെഡ് ഓൺ മൈ ഫീറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഐ ആം ഇൻ ഡെഡ് ഓൺ മൈ ഫീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം വെരി ടയേർഡ് എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇത് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെഡ് ഓൺ മൈ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കാലുകൾ മുഴുവനും, അല്ലെങ്കിൽ എൻ്റെ കാല് തളർന്ന് മരിച്ചു പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ കാല് തളർന്നിരിക്കുകയാണ്, അവശനാണ് എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്? നമ്മൾ ഭയങ്കര ടയേർഡാണ് അല്ലേ, എൻ്റെ കാലുകൾ മരിച്ചു പോയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വളരെ ടയേർഡ് ആകുമ്പോഴാണ് എൻ്റെ കാലുകൾ കുഴയുന്നതും എനിക്ക് നല്ല രീതിയിൽ നടക്കാൻ പറ്റാതെയൊക്കെ വരുന്നതും ആ സമയത്താണ്. അപ്പോൾ ഞാൻ ടയേർഡാണ് എന്നുള്ളത് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത ഇഡിയമാണ് ഡെഡ് ഫ്രം ദി നെക്കപ്പ് എന്നുള്ളത്. ഡെഡ് ഫ്രം ദി നെക്കപ്പ്, അപ്പോൾ ഡെഡ് ഓൺ മൈ ഫീറ്റ് എന്ന് പറയുമ്പോൾ ടു ബി വെരി ടയേർഡ് എന്നുള്ളതാണെങ്കിൽ, ഡെഡ് ഫ്രം ദി നെക്കപ്പ് എന്നുള്ളതാണെങ്കിൽ സ്റ്റുപ്പിഡ് എന്നുള്ളതാണ്. അതായത് നമ്മൾ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഡെഡ് ഫ്രം ദി നെക്കപ്പ് എന്നുള്ള ഇഡിയം നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഡെഡ് ഫ്രം ദി നെക്കപ്പ് എന്ന് പറയുന്ന ഇഡിയത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്റ്റുപ്പിഡ് തിങ്സിനെ പറ്റി പറയുമ്പോഴാണ് ഈ ഒരു ഇഡിയം നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ഇഡിയം നോക്കിയേ. അടുത്ത ഇഡിയം എന്ന് പറയുന്നത് പുൾഡ് എ ലോങ് ഫേസ് എന്നുള്ളതാണ്. അതായത് ഷോയിങ് ഡിസ്പ്ലഷർ എന്നുള്ളതാണ്. അതായത് നമ്മളുടെ സന്തോഷമില്ലായ്മ
പ്രകടമാക്കുന്നു എന്നുള്ളതാണ് ഷോയിങ് ഡിസ്പ്ലഷർ എന്ന് പറയുന്നത്. പുൾഡ് എ ലോങ് ഫേസ് എന്നുള്ളതാണ്. അത് നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? നമ്മുടെ ഫേസിൽ ഒരാൾ പുള്ള് ചെയ്യുവാണ്, അല്ലെ ഒരാൾ വലിക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷം തോന്നുമോ? ഒരു ഇറിറ്റേഷൻ അല്ലേ തോന്നുന്നത്? അതായത് നമ്മളുടെ നീരസം നമ്മൾ അയാളോട് എന്ത് ചെയ്യും? പ്രകടിപ്പിക്കും. ഷോയിങ് ഡിസ്പ്ലഷർ, നമുക്കൊരു സന്തോഷമില്ലായ്മ നമ്മൾ എന്ത് ചെയ്യും? പ്രകടിപ്പിക്കും. നമ്മുടെ മുഖത്ത് ഒരാൾ വലിച്ചു നീട്ടുമ്പോൾ നമ്മൾ ആ ഇല്ലായ്മ അയാളോട് പ്രകടിപ്പിക്കും. അങ്ങനെ റിലേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. പുൾഡ് എ ലോങ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോയിങ് ഡിസ്പ്ലഷർ എന്നാണ് ആ ഇഡിയത്തിൻ്റെ മീനിങ്. അടുത്ത ഇഡിയം നോക്കിയേ, ഹൈ ആൻഡ് ലോ എന്നുള്ളതാണ്. അതായത് ഉയർച്ചയും താഴ്ചയും, അതായത് എവ്രിവെയർ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അതായത് ഹൈ ആൻഡ് ലോ എന്ന് പറഞ്ഞാൽ ഉയർച്ചയിലാണെങ്കിലും താഴ്ചയിലാണെങ്കിലും എല്ലായിടത്തും ഒരുപോലെയാണ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? എവ്രിവെയർ, എല്ലായിടത്തും എന്ന മീനിങ് ആണ് ഹൈ ആൻഡ് ലോ എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഇഡിയം നോക്കി, അടുത്ത 100ാമത്തെ ഇഡിയമാണ്. അടുത്ത ഇഡിയം എന്ന് പറയുന്നത് സ്വാങ് സോങ് എന്നുള്ളതാണ് അടുത്ത ഇഡിയം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ദ ലാസ്റ്റ് പെർഫോമൻസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ഓർ അത്ലറ്റ്. ഒരു അത്ലറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കായിക താരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ലാസ്റ്റ് പെർഫോമൻസിനെയാണ് നമ്മൾ സ്വാങ് സോങ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അയാളുടെ ലാസ്റ്റ് പെർഫോമൻസ്, അതിപ്പം അവസാനത്തെ പെർഫോമൻസ് ആകാം, പിന്നീട് പെർഫോം ചെയ്യുന്നില്ല, റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ആഘോഷിക്കുകയാണ്, അവസാനത്തെ പെർഫോമൻസ് ആണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ വിരമിക്കുകയാണ്, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒക്കെ ലാസ്റ്റ് പെർഫോമൻസിനെ നമുക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാങ് സോങ് എന്ന് പറയുന്ന ഇഡിയം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ 100 ഇഡിയം കഴിഞ്ഞു. ഇനി അടുത്ത ഇഡിയം നോക്കിയേ. അപ്പോൾ ഈ 100 ഇഡിയവും ഇനി അങ്ങോട്ട് പറയുന്ന നമ്മളൊരു 150ഓളം ഇഡിയം പറയും. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയമാണ്. ഓക്കെ, ഇനി നോക്കിയേ അടുത്ത ഇഡിയം നോക്കിയേ, യാർഡ്സ് ആൻഡ് യാർഡ്സ് എന്നുള്ളതാണ്. അതായത് പ്ലെൻറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ യാർഡ്സ് ആൻഡ് യാർഡ്സ് എന്ന് പറയുന്നത് പ്ലെൻറ്റി. അപ്പോൾ നമ്മൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് പറയുന്ന പോലെയാണ് യാർഡ്സ് ആൻഡ് യാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യാർഡ്സ് ആൻഡ് യാർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു അളവുകോല് പോലെ പറയുന്നതാണ്. ഒരു ലെങ്തിനെ പറ്റിയിട്ട് പറയുന്ന ഒരു അളവുകോലാണ് യാർഡ്സ് ആൻഡ് യാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ദൂരം അല്ലെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാടുള്ളതിനെ പറ്റി, പ്ലെൻറ്റി ഓഫ് തിങ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന യാർഡ്സ് ആൻഡ് യാർഡ്സ് എന്ന് പറയുന്ന ഇഡിയം എന്ത് ചെയ്യാം? ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഇഡിയം നോക്കി, വെറ്റ് ബ്ലാങ്കറ്റ് എന്നുള്ളതാണ് അടുത്ത ഇഡിയം. വെറ്റ് ബ്ലാങ്കറ്റ്, അതിൻ്റെ മീനിങ് എന്താണ്? എ യൂസ്ലെസ് പേഴ്സൺ എന്നുള്ളതാണ്. എ യൂസ്ലെസ് പേഴ്സൺ ഓർ എ യൂസ്ലെസ് തിങ്സ് എന്നൊക്കെ ഉള്ളതിനെ വെറ്റ് ബ്ലാങ്കറ്റ് എന്നതുകൊണ്ട് നമുക്ക് ആ ഇഡിയം കൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. നോക്കി, നമ്മൾ സാധാരണഗതിയിൽ ബ്ലാങ്കറ്റ് ഉപയോഗിക്കുന്നത് ഉറങ്ങുന്ന സമയത്ത് നമ്മളെ പുതയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ആ ബ്ലാങ്കറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ തണുപ്പുള്ള സമയത്തൊക്കെ നമ്മൾ ബ്ലാങ്കറ്റ്സുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ സമയം നോക്കി, നമ്മൾ ഈ ഉള്ള ബ്ലാങ്കറ്റിൽ വെറ്റാക്കുകയാണ്, നനയ്ക്കുകയാണ്. ഉള്ള ബ്ലാങ്കറ്റിൽ വെള്ളം ഒഴിച്ച് നമ്മൾ നനയ്ക്കുന്ന സമയത്ത് പിന്നെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ അത് യൂസ്ലെസ് ആയിട്ട് മാറുമല്ലോ. പിന്നീട് ആ ബ്ലാങ്കറ്റ്, വെറ്റായിട്ടുള്ള ബ്ലാങ്കറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ മതി. വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ എ യൂസ്ലെസ് പേഴ്സൺ, ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു തിങ്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈ വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറയുന്ന ഇഡിയം എന്ത് ചെയ്യാം? ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, ഓൺ ആൻഡ് ഓഫ് എന്നുള്ളതാണ്. അപ്പോൾ ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? വെരി ഓഫ്റ്റൻ എന്നുള്ളതാണ്. വെരി ഓഫൻ എന്നുള്ളത്. അപ്പം വെരി ഓഫ്റ്റൻ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓൺ ആൻഡ് ഓഫ്, അതായത് അപ്പം നമ്മളൊരു സ്വിച്ച് ഇടുകയാണ്. അപ്പോൾ എങ്ങനെ റിലേറ്റ് ചെയ്യാം? അപ്പോൾ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ സ്വിച്ച് നമ്മളെപ്പോഴും ഓണും ഓഫും ചെയ്യാറുണ്ട്. അപ്പോൾ ഓണും ഓഫും ചെയ്യാനായിരിക്കുമല്ലോ ഒരു സ്വിച്ചൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സ്വിച്ച് നമ്മളെപ്പോഴും മുറി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആ സ്വിച്ച് മുറി കയറുമ്പോൾ ഇപ്പോൾ ലൈറ്റ് ഇടണമെങ്കിൽ ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ ആക്കും, പുറത്തിറങ്ങുമ്പോൾ ഓഫ് ആക്കും. അപ്പോൾ നമ്മൾ അത് ഫ്രീക്വൻ്റ്ലി എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുന്നത്. ബട്ടൺ ആണെങ്കിൽ ഓൺ ആൻഡ് ഓഫ് നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം. ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ വെരി ഓഫ്റ്റൻ, എല്ലായ്പ്പോഴും എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിക്കാം. ഇനി അടുത്ത ഇഡിയം നോക്കിയേ, ടങ് ഇൻ ചീക്ക് എന്നുള്ളതാണ് അടുത്ത ഇഡിയം എന്ന് പറയുന്നത്. ടങ് ഇൻ ചീക്ക് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഹാംലെസ് ജോക്ക് എന്നുള്ളതാണ്. അതായത് ആർക്കും ഒരു എന്താണ്
ആർക്കും ഉപദ്രവമൊന്നും ഇല്ലാത്ത ഒരു തമാശ പറയാണ്. അതായത് ആരെയും വേദനിപ്പിക്കാത്ത ഒരു തമാശ പറയുന്നതാണ് ടങ് ഇൻ ചീക്ക് എന്ന് പറയുന്നത്. അതായത് ടങ് ഇൻ ചീക്ക് എന്ന് പറയുമ്പോൾ തന്നെ അതവിടെ കിടക്കുമ്പോൾ തന്നെ ആർക്കും ഉപദ്രവം ഇല്ലല്ലോ. അപ്പോൾ ആർക്കും ഉപദ്രവമില്ലാത്ത ഒരു തമാശ നമ്മൾ പറയുകയാണ്, ഒരു ജോക്ക് പറയുകയാണ്. അത് ആരെയും വേദനിപ്പിക്കുന്നില്ല, ആർക്കും യാതൊരു വിധത്തിലുള്ള വിഷമങ്ങളോ ദോഷങ്ങളോ ഉപദ്രവങ്ങളോ ഉണ്ടാകാത്ത ഒരു തമാശ പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ടങ് ഇൻ ചീക്ക് എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിക്കാം. എ ഹാംലെസ് ജോക്ക് എന്നാണ് അതിൻ്റെ മീനിങ്. അടുത്തത് 105ാമത്തെ ഇഡിയമാണ്, ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ഇഡിയമാണ്. ഓക്കെ, പാർ എക്സലൻസ് എന്നാണ് ആ ഇഡിയം. പാർ എക്സലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എബോവ് ആൾ എന്നുള്ളതാണ് ഇഡിയത്തിൻ്റെ മീനിങ്, എബോവ് ആൾ. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഫ്രീക്വൻ്റ്ലി നമ്മുടെ PSCയിലൊക്കെ ചോദിക്കുന്ന ഒരു ഇഡിയമാണ് പാർ എക്സലൻസ് എന്ന് പറയുന്ന ഇഡിയം. അതായത് പാർ എക്സലൻസ് എന്ന് വെച്ചാൽ എന്താണ്? എബോവ് ആൾ, മുകളിൽ പറഞ്ഞതെല്ലാം എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാർ എക്സലൻസ് എന്ന് പറയുന്ന ഇഡിയം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത് ഒരുപാട് ചോദിക്കുന്നതാണ്. എബോവ് ആൾ എന്നുള്ളതിന് പകരമുള്ള ഇഡിയം എന്ന് പറയുന്നത് ഏതാണ്? പാർ എക്സലൻസ് എന്നാണ് ആ ഇഡിയം പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഒരു 10-30ഓളം ഇഡിയംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് ഒരു 105 ഇഡിയംസ് ആണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഇഡിയം കൂടി പഠിച്ചതിന് ശേഷം നമുക്ക് ഇഡിയത്തിൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയും ഇഡിയംസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം.